യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമത്തെ ആളാണ് ഞാൻ, എങ്കിലും എനിക്ക് കൃപ ലഭിച്ചു. അപ്പം പൗലോസ്ലിഹ ഇത് എഴുതുമ്പോൾ തൻ്റെ പ്രവർത്തികളെ കുറിച്ചുള്ള ഒരു ബോധം പൗലോസ്ലിഹായുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇത് പറയുമ്പോൾ ആ പാപിയായ വ്യക്തിയുടെ സ്ഥാനത്ത് നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ പുറകിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, യേശുക്രിസ്തു വന്നത് പാപികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പാപിയാണെങ്കിലും എനിക്ക് കൃപ ലഭിക്കും, എനിക്ക് കരുണ ലഭിക്കും എന്ന്. ആരാണ് പാപി? നമ്മളിവിടെ പാപിയെ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഹു ഇസ് ദ സിന്നർ? സിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തോടു കൂടെയാണ് പിറന്നത് എന്നാണ് നമ്മൾ പറയുക. പാപം എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള ഒരു സംഗതി തന്നെയാണ്. ഇനി നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്ന കുറേ പാപികളായ മനുഷ്യരുണ്ട്. മഗ്ദലന മറിയം, സഖേവൂസ്, സമരിയാക്കാരി സ്ത്രീ. നമ്മൾ ഈ 3 പേരെ നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. സമരിയാക്കാരി സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു നീണ്ട അന്വേഷണമായിരുന്നു. അവൾ എങ്ങനെ സ്നേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളിൽ കുടുങ്ങിപ്പോയ ഒരാളാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവൾക്ക് മതിയാകുന്നില്ല, സ്നേഹിക്കപ്പെടുന്ന, അവൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കപ്പെടാത്തത് കൊണ്ട് അത് ഓക്കെ, സാരമില്ല, എനിക്ക് സ്നേഹിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അവൾ പിന്നെയും പിന്നെയും സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ തഴക്ക ദോഷങ്ങൾ, സ്വഭാവത്തിൽ തന്നെ ഉള്ള ശീലങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്തത് മഗ്ദലന മറിയമാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു പാപിയാവണം എന്ന് പറഞ്ഞിട്ട് മഗ്ദലന മറിയം ഒരു മോശം സ്ഥലത്ത് ജീവിക്കുന്നതല്ലല്ലോ. ഏതൊക്കെയോ സാഹചര്യം കൊണ്ട് ജനിച്ചപ്പോൾ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ് മഗ്ദലന മറിയം ജനിച്ചത്. പക്ഷെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവൾ മഗ്ദലന മറിയമായി മാറുകയായിരുന്നു, അല്ലേ? അപ്പം അതിന് കാരണമായ മനുഷ്യരുണ്ടാകാം, അല്ലെങ്കിൽ അവളുടെ നിവൃത്തികളിലുണ്ടാകാം. അതൊന്നും നമ്മളോട് ഇവിടെ ആരും ചോദിക്കുന്നില്ല. മറിച്ച് മഗ്ദലന മറിയത്തിനെ പാപിനിയായി തന്നെയാണ് നമ്മളിപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് എന്തൊക്കെയോ കാരണങ്ങളാൽ പാപത്തിൽ അകപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ് മഗ്ദലന മറിയം. സോ സമരിയാക്കാരി സ്ത്രീ ഒരു ബിഹേവിയർ, ഒരു സ്വഭാവത്തിന്റെ തടക്ക ദോഷങ്ങളോട് പൊരുതുന്നവളാണെങ്കിൽ മഗ്ദലന മറിയം തന്റെ ജീവിതത്തിന്റെ വിധിയോട് പൊരുതുന്ന ഒരു സ്ത്രീയാണ്. മറ്റൊന്നാണ് സക്കേവൂസ്. സക്കേവൂസ് ഒരു സിസ്റ്റത്തിന്റെ വ്യക്തിയുമാണ്. അതായത് സക്കേവൂസ് മനസ്സിൽ തിന്മ മാത്രമുള്ള ഒരാളായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ ഇങ്ങനെയൊന്നും സ്വീകരിക്കാൻ സക്കേവൂസിന് പറ്റത്തില്ലായിരുന്നു. ഏതോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ഗുരുവിനെ കാണാനുള്ള ഒരു ആകാംക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നതും ഗുരുവിനെ കണ്ടപാടെ ഗുരുവിനെ സ്വീകരിക്കുന്നതും സ്വീകരിക്കുന്ന ആ നിമിഷം തന്നെ തനിക്കുള്ളതെല്ലാം വിഭജിച്ചു കൊടുക്കാൻ സക്കേവൂസിന് സാധിക്കുന്നതിനും പുറകിൽ സക്കേവൂസ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷെ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കുറേ കാര്യങ്ങൾ കൊണ്ടുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുമ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്ന ഒരാളാണ് സക്കേവൂസ്. 3 വ്യത്യസ്തമായ പാപ സ്വഭാവങ്ങളുള്ള 3 മനുഷ്യന്മാരാണ് നമ്മൾ കാണാൻ സാധിക്കുക. സോ ഇവിടെ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവം ഈ 3 പേർക്കും ഒരു മോക്ഷത്തിൻ്റെ വാതിലായിട്ട് മാറുകയാണ്. മറിയത്തിനോട് യേശു ഒന്നും പറയുന്നില്ല. കാരണം അവനറിയാം അവൾ സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോയ ഒരു സ്ത്രീയാണെന്ന് ഈശോയ്ക്ക് അറിയാം. സമരിയാക്കാരി അവൻ പറഞ്ഞ് തിരുത്തുന്നുണ്ട്. കാരണം ജീവിതം നിനക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. അവളുടെ തഴക്ക ദോഷങ്ങളോട് അവൾ പൊരുതുമ്പോൾ അവൾ നിന്റെ പ്രശ്നമാണ് ഇത്, നീ ഇനി അലഞ്ഞിട്ട് കാര്യമില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് ഈശോ അവളെ തിരുത്തുന്നത്. സക്കേവൂസിനോട് അനുകമ്പയാണ് കർത്താവ് കാണിക്കുന്നത്. അവൻ്റെ ഹൃദയം കർത്താവ് കണ്ടിട്ടുണ്ട്. അവനൊരു അവസരം മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. അവൻ്റെ ഉണ്ടായിരുന്ന നന്മയ്ക്ക് വേണ്ടിയുള്ള, ശരിക്ക് വേണ്ടിയുള്ള ദാഹത്തിനോട് എസ് പറയുകയാണ് യേശുക്രിസ്തുവിലൂടെ ആ ഒരു അനുഭവം സക്കേവൂസിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ ഏതൊരു പാപാവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ അവസ്ഥകളെ ഇൻഡിവിജ്വലി അഡ്രസ്സ് ചെയ്ത് അതിന് വ്യക്തിപരമായ ഇടപെടലുകൾ നടത്തി നിങ്ങൾ അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കാൻ കർത്താവിന് സാധിക്കും. അത് ഏത് സാഹചര്യത്തിലുള്ള പാപാവസ്ഥയിൽ പെട്ടുപോയ ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ ശക്തനാണ് നമ്മുടെ ദൈവം. അതിനെല്ലാം തകർത്തുകൊണ്ട്, അതിനെല്ലാം തിരുത്തിക്കൊണ്ട് പുതിയ ഒരു ജീവിത അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന, അതിന് കഴിയുന്ന, അതിന് സാധിക്കുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത്. ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് തടസ്സമല്ല. അവിടെ നിങ്ങളെ വ്യക്തിപരമായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാപാവസ്ഥകളെ അവിടുത്തെ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന് അറിയാം, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയാം. നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, അതിലെന്തുമാത്രം നിങ്ങൾ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്, അതോ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടാണോ, നിങ്ങളുടെ മനസ്സിൻ്റെ പോരായ്മകൾ കൊണ്ടാണോ, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ടാണോ, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ പാപങ്ങളെ ദൈവം കാണുമ്പോൾ അതിലേക്ക് നിങ്ങൾ വന്ന സാഹചര്യങ്ങളെയും കർത്താവ് മനസ്സിലാക്കാൻ ശ്രമിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു രക്ഷയുടെ വാതിൽ തുറന്നിടാൻ കർത്താവ് സന്നദ്ധനാണ്.
അത് വർഷങ്ങളായിട്ട് ജീവിതാവസ്ഥ ഇത് തന്നെ ആയിരിക്കാം മഗ്ദലന മറിയത്തെ. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇനി സമരിയാക്കാരിയെ പോലെ നിങ്ങൾ ആവർത്തിച്ച് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം, അതും ഇവിടെ ഒരു പ്രശ്നമല്ല. സക്കേബസിനെ പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ എവിടെയോ ഒരു മനസ്താപമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അത് മതി. അപ്പം ദൈവത്തിന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക്, നിങ്ങളുടെ ഇന്നലകൾക്കും അപ്പുറത്തേക്ക്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളെ തന്നെയുള്ള കുറവുകൾക്കും അപ്പുറത്തേക്ക് നിങ്ങൾ എത്രയൊക്കെ തിരിച്ചു വിളിച്ചാലും മടങ്ങി പോകുമെന്നുള്ള ഒരു സ്വഭാവമാണ് നിങ്ങളുടെ എങ്കിലും എത്രയൊക്കെ നിങ്ങൾക്ക് സാധ്യതയില്ല രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പോകൂ എന്നൊക്കെ തോന്നുന്ന ഇടങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്, സിസ്റ്റത്തിനെ മുഴുവനും തിരുത്തിക്കൊണ്ട്, സംവിധാനങ്ങളെ തിരുത്തിക്കൊണ്ട്, സാഹചര്യങ്ങളെ തിരുത്തിക്കൊണ്ട്, കാലഘട്ടങ്ങളെ തിരുത്തിക്കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിൻ്റെ മഴിച്ചുപണി നടത്തിക്കൊണ്ട്, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങളെ തിരുത്താനും നിങ്ങളെ രക്ഷിക്കാനും കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കുരിശുമരണത്തോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പാപമോചനം ആ കുരിശിൽ നിന്നും സ്വീകരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി. നമ്മളുടെ കുറവുകൾ കൊണ്ട്, നമ്മുടെ നന്മ കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയ തിരുശരീര രക്തങ്ങളുടെ ശക്തിയാൽ നമ്മളെപ്പോലെയുള്ള ഓരോ പാപിക്കും രക്ഷയുടെ ഒരു മാർഗത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒക്കെ വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ഹാൻഡ് ഓഫ് മേഴ്സി എന്നാൽ കരുണയുടെ ഒരു കരമാണ്. ഇന്നലകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്. നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ചിലതൊന്നും പറ്റുന്നില്ലെന്ന് കർത്താവിന് മനസ്സിലാവുന്നുണ്ട്. കർത്താവ് പറയുന്ന കേൾക്കാൻ സമരിയാക്കാരി സ്ത്രീയെ പോലെ നിങ്ങളൊരു അവസരം കൊടുക്കണം. അവൻ പറയുന്ന അവൾ കേട്ടിരുന്നു, അവിടെ നിന്നൊരു മാറ്റം ഉണ്ടായി. സക്കേബസിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ചിലതിൽ നിന്നൊക്കെ പെട്ടുപോയതും തിരിച്ചു വരാൻ പറ്റുന്നില്ലെന്നൊരവസ്ഥയാണെങ്കിലും കർത്താവിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഇനി ഒന്നും നോക്കരുത്. മഗ്ദലനയെ പോലെ നിശബ്ദമായിട്ട് അവനെ പിന്തുടരുക. നമുക്ക് അവകാശവാദങ്ങളൊന്നുമില്ല. എന്നാൽ കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നുമല്ല. കർത്താവ് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പാസ്റ്റിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പല തെറ്റുകളുടെ നടുവിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഇവർക്കെല്ലാം ഒരു ദിവസം കൊണ്ട് മോക്ഷം കൊടുത്ത കർത്താവിന് നിന്നെയും രക്ഷിക്കാൻ കഴിയും. ആ ദിവസം എപ്പോൾ വരുമെന്നറിയില്ലെങ്കിലും അങ്ങനെ ഒരു ദിവസം നിന്റെ ജീവിതത്തിലും ഉണ്ട്. അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി മനുഷ്യപുത്രൻ വന്ന നവീകരിക്കാൻ വേണ്ടി, മാനസാന്തരപ്പെടുത്താൻ വേണ്ടി, അവരെല്ലാം ശുദ്ധിയുള്ള കുഞ്ഞാടുകളാക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ നാട്ടിലേക്ക്, അവരുടെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവിടുത്തെ അപ്പൻ എന്താണ് ചെയ്തത്? അവന് അപ്പം വിശപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുക്കല്ല, അവന് വേണ്ടി സദ്യയാണ് ഒരുക്കിയത്. നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ കരുതി വെച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പനായ ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നത്, നിന്നെ രക്ഷിക്കാൻ പോകുന്നത്. ഈ ദുഃഖവെള്ളിയിൽ നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള ഒരു മോചനം, ഒരു മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. രക്ഷിക്കുക മാത്രമല്ല, മഹത്വത്തിൻ്റെ, മനുഷ്യന്മാർ നിങ്ങൾ ബഹുമാനിക്കുന്ന, മനുഷ്യന്മാർ നിങ്ങൾ അംഗീകരിക്കുന്ന, മനുഷ്യന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു ജീവിതാവസ്ഥയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ ദൈവം എന്ന് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും വിശുദ്ധ വാര ദിന ആശംസകൾ. എല്ലാ പ്രാർത്ഥനകളിലും എന്നെയും ഹാൻഡ് ഓഫ് മേഴ്സി എന്ന മിഷനെയും നിങ്ങൾ ഓർക്കണം. ഇത് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറവുകളും പോരായ്മകളും ഉണ്ടാവാതിരിക്കാനും, എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ആവശ്യമുള്ള സഹോദരങ്ങളെ സഹായത്തിന് അയച്ചുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാനും എന്നെ മനസ്സിലാക്കാനും ഈ ഒരു മിഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ നമ്മൾക്ക് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉണ്ടാകാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നമ്മളെപ്പോലെ തഴയപ്പെട്ട ഒരു വലിയ മനുഷ്യ സമൂഹമുണ്ട്. അത് പാപത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്തത്. അതല്ലാതെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതുകൊണ്ട്, സാമൂഹ്യ സാഹചര്യങ്ങൾ ശരിയില്ലാത്തത് കൊണ്ട് തഴയപ്പെട്ട ഒരു വലിയ സമൂഹത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു യജ്ഞം ഈ ഒരു വിശുദ്ധ വാരത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. മാറ്റി നിർത്തപ്പെട്ട എല്ലാ മനുഷ്യരെയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായമാണെങ്കിൽ അങ്ങനെ, മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഹാൻഡ് ഓഫ് മേഴ്സി ഈ വിശുദ്ധ വാരത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരേ മനസ്സോട് ചിന്തിക്കുന്ന സഹോദരങ്ങളെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരാൾ വിചാരിച്ചാലൊന്നും നടക്കില്ല. ഒരുപാട് പേര് കൂടെ ഒന്നിച്ച് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ സംഭവിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഒരു കൂട്ടായ്മയെയും ഇതിൻ്റെ പുതിയ ഒരു സ്റ്റെപ്പിനെ കുറിച്ചും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു.